എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഗോഡ്നെസ് ബ്ലെസ് യു ഫ്രം ഡെത്ത് എന്ന് പറഞ്ഞ ഒരു തായ് BL ഡ്രാമയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ്. ഈ മെയിൻ ലീഡായ ഈ പോലീസ് ഓഫീസറിൻ്റെ കൂടെയുള്ള എല്ലാവരെയും ആ സൈക്കോപാത്തായ കില്ലർ കൊണ്ടുവരികയാണ് ഈ റിച്വൽസൊക്കെ ചെയ്യാനായിട്ട്. അവരുടെ ഓരോ ദിവസം അനുസരിച്ച് ഓരോരുത്തരായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവരുടെ ഊഴം എത്തപ്പോഴത്തേക്കും കറക്റ്റ് ആ പോലീസ് ഓഫീസർ ഇവരെ സ്ഥലം മനസ്സിലാക്കുകയും ഇവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവൻ ആ അപകടത്തിൽ പെട്ടുപോവുകയാണ്. പോലീസ് ഓഫീസറിനെ ഒരു പ്രേതം കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവൻ്റെ ശ്വാസം അവസാന സമയത്തായപ്പോഴത്തേക്കും ഇവൻ്റെ ലവറായ ഈ പയ്യനാണെങ്കിൽ അവനൊരു മന്ത്രമൊക്കെ പറഞ്ഞിട്ട് ഈ സൈക്കോപാത്ത് കൊന്നുകളഞ്ഞ കുറച്ച് പേരുണ്ട്, അവരുടെ ആത്മാവിനെ ഈ ബോയ് ഫ്രണ്ട് ഇവൻ ആ മന്ത്രമൊക്കെ പറഞ്ഞിട്ട് റിലീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും കൂടെ വന്ന് അവനെ ആക്രമിക്കുകയാണ്. സൈക്കോപാത്തിനെ ആക്രമിക്കുകയും അവൻ്റെ ബോയ് ഫ്രണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയമായപ്പോഴത്തേക്കും അവൻ്റെ ശ്വാസമൊക്കെ ഏകദേശം നിലച്ചിട്ടുണ്ടായിരുന്നു, അവൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പോലീസ് ഓഫീസറിൻ്റെ കൂടെ ഹെൽപ്പിന് വേണ്ടി വന്നിട്ടുള്ളത് ഒരു ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യുന്ന ഡോക്ടറാണ്. എങ്കിലും അവൻ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താണ്. ഇവൻ കോമയിലായിട്ടുണ്ടായിരുന്നു. സൈക്കോപാത്തുകളിൽ ഒരാൾ പ്രേതങ്ങളെല്ലാം ചേർന്ന് കൊല്ലുന്നുണ്ട്. വേറെ ആ സൈക്കോപാത്തിൻ്റെ മകൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. കാരണം അവൻ മെൻ്റലി വളരെ വീക്കായിരുന്നു. അങ്ങനെ അവന് നല്ല മെൻ്റൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവനെ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അവസാനം ഈ പിടിച്ചുകൊണ്ട് പോയവരെല്ലാവരും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാണ്. ഈ ഒരു എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. കാരണം നമ്മളിങ്ങനെ ആകാംക്ഷയോട് കണ്ണിമ ചിമ്മാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു എപ്പിസോഡായിരുന്നു. ഓരോരുത്തരും അവരെ ക്യാരക്ടർ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഡ്രാമ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ഡ്രാമ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് കണ്ടിരുന്ന ഒരു ഡ്രാമയാണിത്. ഇന്നത്തോടു കൂടി ഇതിൻ്റെ എപ്പിസോഡ് കഴിയുകയാണ്. ഞാനിതിൽ ഫുൾ എപ്പിസോഡിൻ്റെ എല്ലാ സീനും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് സ്പോയിലർ തരണ്ട എന്ന് കരുതിയിട്ടാണ്. മെയിനായിട്ടുള്ള സീന് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഈ എപ്പിസോഡ് പോയി കാണുക. അങ്ങനെ ഇവൻ ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കുകയാണ്. ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഈ പയ്യനാണെങ്കിൽ ഒരുപാട് കരയുന്നുണ്ട്. അവനെ ആലോചിച്ചിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ട് എണീക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് ഒരുപാട് കരയുന്നുണ്ട്. അവസാനം ഇവൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ സോൾ ഒരിടത്ത് ട്രാപ്പായി കിടക്കുന്നതുകൊണ്ടാണ് ഇവൻ കോമയിൽ നിന്ന് എണീക്കാത്തത് എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ദൈവത്തേക്ക് പ്രെയർ ചെയ്യുന്ന ഒരാളുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ പ്രകാരം ഒരു മന്ത്രമൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടും അവൻ എണീക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ ഒരുപാട് കരയുമ്പോൾ ഇവൻ്റെ കരച്ചിൽ കണ്ടിട്ട് അവസാനം ഇവൻ എണീക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയും ചെയ്യുന്നുണ്ട്. അവരെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്, ഇവൻ കോമയിൽ നിന്ന് എണീച്ചത് കൊണ്ട് തന്നെ. അങ്ങനെ ഇത്രയും നാളും ആൾക്കാരെയൊക്കെ കൊന്ന് വളരെ ക്രൂരമായ രീതിയിൽ കൊല്ലുന്നത് ഇവരാണെന്നുള്ളത് ഇവരൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസ്സിലും മീഡിയയിലും ഒക്കെ ഇവർ നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് ഓഫീസറും അവൻ്റെ ബോയ് ഫ്രണ്ടും ഈ ടീമിലുള്ളവരുമൊക്കെ. അങ്ങനെ നല്ലൊരു ഹാപ്പി എൻഡിങ്ങാണ് ഈ ഡ്രാമയ്ക്ക് ഉണ്ടായിരുന്നത്. എല്ലാവരും അവരവരെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഈ കപ്പിൾസായാലും മെയിൻ കപ്പിൾസായാലും എല്ലാവരും അവരുടെ ലൈഫ് സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇവൻ ക്രൂരമായി കൊന്നു മരിച്ചുപോയ ആത്മാക്കൾക്കും അവർക്ക് പ്രതികാരം വീട്ടാൻ പറ്റുകയും അവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ അമ്മയ്ക്കും അതുപോലെ മോക്ഷം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചത് എന്നുള്ളതൊക്കെ ഉള്ള സത്യം ഇവൻ മനസ്സിലാക്കുകയും അവരുടെ തെറ്റിദ്ധാരണയൊക്കെ മാറുകയും അവർ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവൻ്റെ അമ്മയുടെ ആത്മാവും ഈ ഭൂമി വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും അവരുടേതായൊരു നല്ലൊരു എൻഡിങ് തന്നെ ഉണ്ടായിരുന്നു. വളരെ ത്രില്ലിംഗ് ആയ ഒരു ഡ്രാമയായിരുന്നു. നല്ല ഹൊറർ എഫക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഡ്രാമയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.